ഹലോ നമസ്കാരം അച്ഛന്മാരെ വണക്കം. വീണ്ടും ഒരു ഫുഡ് വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ് അനുവും ലെനയും സിയും. അപ്പോൾ നമ്മള് ബ്രൈമൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോഴേ നമുക്ക് വൈകുന്നേരം ഏതെങ്കിലും നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ അവിടെ കഴിക്കാന്ന് പറഞ്ഞാണ് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് കുറ്റിമുട്ടിലെത്തിയപ്പോ എന്താണ് കുറ്റിമുട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് കട കണ്ടത്. അപ്പൊ കടയുടെ പേരോ സംഭവങ്ങളോ ഒന്നും നമ്മൾ നോക്കിയില്ല. കുറ്റിമുട്ടിൽ ഹോട്ടൽ അതേ വരുന്ന ആള് കുറ്റിമുട്ടിൽ ഹോട്ടൽ എന്നാണല്ലേ പേര്? എത്ര നാളെ ഇവിടെ കട തുടങ്ങിയിട്ട്? 10 വർഷത്തോളം. നമ്മളെ സാധാരണ നമ്മളെപ്പോഴും നമ്മുടെ ഫുഡ് വ്ളോഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ കഴിച്ച് തുടങ്ങിയതിന് ശേഷം കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ എടുക്കാറുള്ളൂ. ഈ ലൊക്കേഷൻ പാലോട് കഴിഞ്ഞ് തിരുവനന്തപുരം പാലോട് പാപ്പനംകോട് കുറ്റിമുട്ടിൽ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ബ്രൈമൂർ മങ്കയം പോകുന്ന വഴി. അപ്പൊ പോകുന്ന വഴിക്കാണ്. അപ്പൊ അവിടത്തെ ഈ സംഭവം ഒന്നും ഇഷ്ടപ്പെട്ടത് കണ്ട് ഇവിടുത്തെ ബീഫ് രക്ഷയില്ല. അതുപോലെ തന്നെ ഈ ചിക്കൻ പെരട്ട് നല്ല സൂപ്പർ സാധനം. പിന്നെ ഒരട്ടി പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ദോശ അല്ലേനും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. എത്ര മണിയുണ്ട് കട? രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ ഓപ്പൺ ചെയ്യും. രാത്രി 11 മണി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ബീഫ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് വന്നാല് 10 മണി കിട്ടും? അല്ലെ രാവിലെ എത്ര മണി തൊട്ട്? രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്യും. 8 മണി തൊട്ട് നമുക്ക് ബീഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചിക്കൻ പെരട്ടൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ ഇത് കൊള്ളാം കേട്ടോ. ഈ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന സലാഡ്. അതിലെന്തോ നാരങ്ങയും ഉപ്പും അങ്ങനെ അല്ലേ? പക്ഷെ ഇതൊക്കെ നമുക്ക് എനിക്കൊന്ന ഒരു പണ്ടൊക്കെ ആയിരുന്നു കൂടുതലും. പണ്ടത്തെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ കിട്ടുന്ന നാടൻ വൈബ് കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. ഓക്കെ സിയ, ഇഷ്ടപ്പെട്ടോ? പുള്ളി അറിഞ്ഞ് പുള്ളി സിംഗിളാണെന്ന്. ഞാനും സിംഗിളൊക്കെ തന്നെ. അനു ഒരു കാര്യം പറഞ്ഞു അതില് വിഷമൊന്നുമില്ല, സിംഗിൾ ആണ് നല്ലതാണ്. അപ്പൊ അനു പറഞ്ഞ സാരമില്ല, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും പേരെങ്ങനെയാന്ന് പറഞ്ഞാൽ ആസിഫ്. പുള്ളി അറിഞ്ഞ് സിംഗിൾ ലൈഫാണ് നല്ലതെന്ന്. ഞാനും പറഞ്ഞു സിംഗിൾ ലൈഫ് എന്നൊക്കെ രാത്രി ആവുമ്പോഴാണ് നമുക്കൊരു വിഷമം വരും. 10 മണിക്ക് വീട്ടിൽ കയറി പോയാലും ആരും ചോദിക്കാനില്ല. മറ്റേ 10 വീഡിയോയിൽ വിളിക്കും, എവിടേക്കാ പറഞ്ഞു വെക്കാം. അവസ്ഥയാണ്. അതെ, അതുകൊണ്ട് കല്യാണം വേണ്ടെന്നാണ്. ഇനി ഞാനും ഇതേപോലെ ഒരുപാട് പേരോട് പറഞ്ഞുകൊണ്ടാണ് സിംഗിൾ ലൈഫാണ് പൊളി. എന്റെ കുഞ്ഞു മോനെ രാത്രി ആകുമ്പോഴേ വിഷമാണ്. അവ ഏവനെങ്കിലും വിളിച്ചു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ബ്രോഡ് വിഷമം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നല്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞു മാറും. എവിടെന്നെങ്കിലും ഒരു പെണ്ണ്. അത് ഈ ചേച്ചി ഇങ്ങനെ പറയുമ്പോ അവന്റെ തെണ്ടി പിടിക്കണം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു ചായ കുടിച്ചു നോക്കിയത്. നല്ല അടിപൊളി ചായ. അടിപൊളി ചായ എന്ന് വെച്ചാൽ ചായ കുടിച്ചിട്ടില്ലെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, കുറെ കാലത്തിന് ശേഷം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ചായ അല്ലേ? സത്യമായിട്ട് ഞാൻ കുറെ ചായ രാത്രിയിലൊക്കെ പോയി കുടിക്കാറുണ്ട്. കടയിലാണ് കൂടെ കേട്ടോ കുടിക്കാറുണ്ട്. പക്ഷെ അടിപൊളി ചായ, നല്ല ചായ. സംഭവം ആദ്യം അനുവാണ് കുടിച്ചു നോക്കിയത്. എന്തെങ്കിലും എടുത്ത് ചായ കുടിച്ച് നോക്കാൻ പറഞ്ഞു. ഞാനെടുത്ത് കുടിച്ചപ്പോഴും എനിക്ക് അപ്പൊ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. കുടിച്ച് നോക്കിയപ്പോഴാണ് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. നല്ല ചായ. ഞാനാണ് ഫസ്റ്റ് ചായ ഫിനിഷ് ആക്കിയത്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.